2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നമ്മുടെ എതിരാളികൾ സംഘടിപ്പിച്ചൊരു പരിപാടി, ഒരു നാടക രൂപത്തിൽ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ നമ്മെ ഏറ്റവും വഷളാക്കി കളിയാക്കി അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട് നടത്തിയൊരു പരിപാടി ഞാൻ ശ്രദ്ധിച്ചു. അന്ന് നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ ചില സുഹൃത്തുക്കൾ, സഹോദരന്മാർ കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, പങ്കിട്ടത്, പിറ്റേന്ന് ദിവസത്തെ പത്രം നോക്കിയപ്പോൾ അല്പമൊരു വിജയത്തോടെ ആ പത്രത്തിൽ എഴുതി. പക്ഷെ അതിൽ ആ നാടകമായി അഭിനയിച്ചതും ഈ വിധത്തിൽ ഒരു നേട്ടം അവർക്ക് കൈവരിച്ചു കൊടുത്തതും നമ്മുടെ ആളുകളാണല്ലോ എന്ന് പറഞ്ഞ ഇതേ വിഷയമാണ് അവരുടെ നാടകത്തിലുണ്ടായിരുന്നത്. ആണല്ലോ എന്ന് ആ ഒരു കുടുംബം പറഞ്ഞ് അതിലൊരു സഹോദരി പൊട്ടിക്കരഞ്ഞ സന്ദർഭം ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. അപ്പൊ ഇതെന്തിനാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനന്നൊക്കെ മനസ്സിലാക്കിയിരുന്നത് അതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ സംഗതി അറിഞ്ഞു നോക്കുമ്പോൾ വളരെ അതിനെയൊക്കെയാണ് എത്രയോ അപ്പുറമാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ എനിക്കൊക്കെ വളരെ ഒരു പുതുമ തോന്നുന്നു. പല ആളുകൾക്കും ഇല്ല. ഈ രംഗത്തെ കടന്നു വന്ന ശേഷം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ വിധത്തിൽ ഇത് പറയേണ്ടി വന്നു എന്നുള്ളത്, ശരിയായ ആദർശത്തിന്റെ വിശ്വാസദാർഢ്യതയോടെ സ്വീകരിച്ച് തവക്കുൽ ചെയ്ത് ജീവിക്കേണ്ടുന്ന നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ഉള്ള ആളുകളെ നമ്മളുള്ളൂ. ലോകത്ത് തന്നെ ശരിക്കും ചിന്തിച്ചാൽ അത്രയും അത്യുദാത്തമായ ഒരു ആദർശത്തിന്റെ സന്ദേശത്തിന്റെ ആളുകളാണ് നമ്മൾ. നമ്മുടെ ഇടയിൽ നമ്മൾ തന്നെ ഈ നിലക്ക് വളരെ മോശമായ യാഥാസ്ഥികരെ പോലും അവര് പോലും അമ്പരന്ന് പോകുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ ആയി നമ്മളിപ്പോൾ രംഗത്ത് വന്നു. അല്ല, നമ്മളുടെ ഈ ചെറിയ രൂപത്തിലാണെങ്കിലും ഉണ്ടായി എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്.